കൊല്ലം സ്പെഷ്യൽ ഫുഡിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ചെങ്കോട്ട റോഡിലുള്ള നെടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നെടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആനന്ദം റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആനന്ദം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ കിട്ടാത്ത ഫുഡൊന്നുമില്ല. അത്രയ്ക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്കിവിടെ ലഭിക്കും. ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ഫിഷാണ്. ലൈവ് ഫിഷ് എന്ന് പറയുമ്പം നമ്മൾ പറയുന്ന മീൻ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പിടിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചെയ്തു തരും. ആറ്റുവാള, സിലോപ്പിയ, അങ്ങനെ തുടങ്ങി ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീൻ ഫിഷ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാണാൻ കഴിയും, ഇത് റോഡ് സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറാൻ സാധിക്കും. അതുമല്ല നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ അവരുടെ ഒരു ഹോളുണ്ട്. ഇവിടെ എൻഗേജ്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈവൻറ്റ്സും ഒക്കെ നടത്താൻ പറ്റിയൊരു റിസപ്ഷൻ ഹോളും ഉണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് മടങ്ങി വരാം. അപ്പം നമ്മൾ ആനന്ദം ഹോട്ടലിൻ്റെ ഓണറായിരിക്കുന്ന ശ്രീകുമാറായിട്ടുണ്ട് നമ്മളിവിടെ. ഇത് പാർട്ട്ണർഷിപ്പിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. രാജസേനൻ സാറ് ഗൾഫിലാണുള്ളത്. അപ്പം ശ്രീകുമാറായിട്ട് ഈ ഹോട്ടലിൻ്റെ വെറൈറ്റി എന്തൊക്കെയാണ് എന്ന് പറയാം? വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ലൈവ് ഫിഷുണ്ട്. ലൈവ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കുളമുണ്ട്, അതിനകത്ത് മീനുണ്ട്. ഇപ്പം നട്ടർ, സിലോപ്പിയ, ആറ്റുവാള. ഇവിടെ ഇപ്പം കസ്റ്റമർ വന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ പിടിച്ച് അന്നേരം തന്നെ ലൈവായിട്ട് അന്നേരം തന്നെ കറി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഉണ്ട്. പിന്നെ ഷവായി, തന്തൂർ, അൽഫാം, പിന്നെ ചിക്കൻ്റെ എല്ലാ വെറൈറ്റി ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ മട്ടൻ്റെ ഐറ്റം, ഫിഷ്, ഞണ്ട്, കൊഞ്ച്, കാട, കണവ, കല്ലുമേക്ക, പിന്നെ താറാവ്, നാടൻ കോഴി, ഇതെല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും എല്ലാ ദിവസവും പിന്നെ ബിരിയാണിയുടെ എല്ലാ വെറൈറ്റി ബിരിയാണി ഉണ്ട്. ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ വെജിറ്റേറിയൻ, മഷ്റൂം, പനീർ, പിന്നെ ഗോബി മഞ്ചൂരിയൻ, മസാല ദോശ, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും എല്ലാ ദിവസവും ഉണ്ട്. മട്ടനും ബീഫും ഫിഷും എല്ലാ ഐറ്റവും എല്ലാ ദിവസവും ഉണ്ട്. ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടെ കിട്ടും. അതൊക്കെ നമുക്ക് കണ്ടിട്ട് തുടങ്ങിയത്. നമ്മുടെ ആനന്ദം റെസ്റ്റോറൻറ്റിൻ്റെ ലൈവ് ഫിഷിംഗ് ആണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻപിടുത്തം നമ്മൾ കാണിക്കാൻ പോവാം. നമുക്കത് കണ്ടു. നമ്മുടെ രാജുചേട്ടനാണ് നമുക്ക് മീൻ പിടിച്ചു തരുന്നത്. നമുക്കിന്നൊരു 6 ഐറ്റത്തെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആറ്റുവാള. ഇത് മിനിമം ഒരു 800 ഗ്രാമിന് മുകളിലുണ്ടാവും. ആറ്റുവാള ഇതാണ് നട്ടർ. ഇതേതാ മീൻ? മീനേതാ പിടിക്കാവോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാജുചേട്ടൻ നമുക്ക് പിടിച്ചു തന്നേക്കുന്ന ആറ്റുവാളയാണ്. ഈ ആറ്റുവാളയെക്കുറിച്ചുള്ള പ്രത്യേകത? ആറ്റുവാള എന്ന് പറഞ്ഞാൽ കെമിക്കൽ പെട്ടെന്ന് ഇൻഫെക്റ്റ് ആകാത്തൊരു ബോഡിയാണ്. അത് ആയുസ് കൂടുതലുള്ള മീനുകളിൽ ആയുസ് കൂടുതലുള്ള ഏതാണ്ട് നമ്മുടെ കണ്ണമുഷി, വറ്റുമുഷി എന്ന് പറഞ്ഞാൽ വേറൊരു വേർഷനാണിത്. പക്ഷേ ഇത് നല്ല രസമാണ്. ഇറച്ചി മീനുകൾ ടേസ്റ്റഡാണ്. ഇതൊരു
ലൈക്ക് ടു സ്കോട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ്. നമ്മളിത് മുള്ളിൻ്റെ അംശം കൂടുതലാണ്, എന്നാലും കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ്. നമ്മളിന്ന് എന്തോ ചെയ്യാൻ പോകുന്നത്? ഇത് നമുക്ക് നല്ലൊരു ഫ്രൈയും മസാലയാക്കി തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെ ക്ലീൻ ചെയ്ത ഫിഷിനെ നമ്മൾ വരഞ്ഞ് മസാല പെട്ടാൻ പോകും. ഇത് മരിഞ്ഞ് കറക്റ്റ് 20 മിനിറ്റെങ്കിലും മസാലയിലൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതൊന്ന് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ബോട്ടാണ് ഉറപ്പായിട്ടുള്ളതാണ്. നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ പറയാൻ വരയുന്നതാണ് പറയുന്നത്. കണ്ടു നോക്കാം. മസാല എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഇതിനകത്ത് ഏതൊക്കെ മസാല, ഇതിൻ്റെ കൂട്ടൊന്ന് പറയാമോ? സാധാരണ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി നേരം നമ്മൾ ഉപ്പ്, നാരങ്ങാനീര്. കാരണം ഒരു ചെറിയൊരു ടാമിന സ്റ്റൈലുണ്ട്, ഇച്ചിരി നാരങ്ങാനീരോടെ ചേർത്ത് നമ്മളിതിൽ മിക്സ് ചെയ്ത് വെച്ചേക്കണം. നമ്മളിത് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. കറക്റ്റ് ടേസ്റ്റിലായിട്ട് വരും. ഇതിന് നമ്മൾ പിന്നെ ഇതൊന്ന് റീമേക്ക് ചെയ്യുന്നുണ്ട്, അതിന് കറക്റ്റായി കാണാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ മസാലയൊക്കെ പുരണ്ട് 10 മിനിറ്റിന് ശേഷം മസാലയൊക്കെ പിടിച്ച് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആനന്ദം റെസ്റ്റോറൻറ്റിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ, ഈ കൊല്ലം ചെങ്കോട്ട റോഡിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ആനന്ദം റെസ്റ്റോറൻറ്റിൽ കയറി ലൈവ് ഫിഷ് ഒന്ന് ട്രൈ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ തിളച്ച് വരുവാണ്. നല്ല നിൽക്കുമ്പം നല്ല ചൂടടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വേർക്കുന്നത്. അപ്പോൾ എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ മീനെ അതിനകത്തോട്ട് ഇടും. അപ്പോൾ അത് നമുക്കിപ്പം കാണാം. നമ്മളിപ്പോൾ മീനിടാൻ പോവുകയാണ്. ഈ വളരെ കുറച്ച്, അപ്പോൾ ലൈറ്റ് വേവിലാണ് ഈ വേവേണ്ടത്, ഇല്ലെങ്കിൽ ഇത് വേവിന് കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഇടുന്നുണ്ടോ? നമുക്ക് അത് കാണാം. മരുന്ന് വേണ്ടി പൊരിഞ്ഞ് വന്നതിൻ്റെ ഭംഗിയുണ്ട്. ഒരു കറക്റ്റ് കരിയാണ്ട് ദശ മുഴുവൻ വരുന്നത് മസാല പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞത് ഇവിടെ സാധാരണ രീതിയിൽ തന്നെയാണ്. നല്ല ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് നല്ലോണം വഴറ്റിയെടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ മീൻകറിയുടെ കൂട്ട് എന്തുണ്ടാക്കുന്നു അത് തന്നെയാണ്. അതിൽ ഇച്ചിരി നമ്മൾ ചേർക്കേണ്ടത് ഇച്ചിരി പെരുംജീരകപ്പൊടിയും, ജീരകപ്പൊടിയും, ഗരം മസാലപ്പൊടിയും മാത്രം. അതിലൊരു മസാലയുടെ ടേസ്റ്റ് വരും. ഒരു പുളി, എരിവ് അങ്ങനെയുള്ള മിക്സഡാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടുപോകും. ഈ മീനിനകത്ത് ഈ മസാല എല്ലാം നന്നായിട്ട് പിടിക്കുമല്ലേ? നല്ലതായിട്ട് കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ്സിൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടാവും. കാരണം അപ്പം ചപ്പാത്തി ക്കൊക്കെ ഏറ്റവും സ്യൂട്ടാവുന്ന ഒരു കറിയാണ് ആറ്റുവാള ഫ്രൈ മസാല. അപ്പോൾ ആനന്ദത്തിൻ്റെ ഒരു സ്പെഷ്യലാണ്. ലൈവായിട്ട് മീൻ പിടിച്ച് നമ്മുടെ സഹിച്ചേട്ടനാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത് ആറ്റുവാള ഫ്രൈ മസാല. റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽസൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിരിക്കുന്ന മുളങ്കുറ്റി ബിരിയാണിയാണ്. അപ്പം ഇത് മുളങ്കുറ്റി ബീഫ് ബിരിയാണി, മുളങ്കുറ്റി ചിക്കൻ ബിരിയാണി, പൊറോട്ട, പോത്ത് റോസ്റ്റ്, അപ്പം ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്. അപ്പം ഇവിടുത്തെ രുചി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഇവിടുത്തെ മുളകുറ്റി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്പൈസിയാണ്, നന്നായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ നമ്മുടെ ആനന്ദത്തിൻ്റെ സ്പെഷ്യലായ ആറ്റുവാള ഫ്രൈ മസാല വന്നിട്ടുണ്ട്. അത് ഗാർണിഷൊക്കെ ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയും, ഈ മീൻ കഴിക്കാൻ തോന്നും നമ്മൾ കണ്ടാൽ തന്നെ. നിങ്ങൾക്ക് ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചു തരാം.
നല്ല തക്കാളി, ക്യാരറ്റ്, ക്യാബേജൊക്കെ വെച്ച് നല്ല ഗാർണിഷ് ചെയ്താണ് ഇവിടെ ഇത് നമുക്ക് വേണ്ടി ഒരുക്കി സെർവ് ചെയ്ത്. നമ്മുടെ സ്പെഷ്യലായിരിക്കുന്ന ആറ്റുവാള ഫിഷ് മസാല നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഉണ്ടെന്ന് കഴിച്ചിട്ടുണ്ട്. സംഭവം ഗംഭീരമായിട്ടുണ്ട്. ഇതിൻ്റെ മസാലയൊക്കെ ഈ മീനിനകത്ത് പിടിച്ചിട്ട് മീനൊക്കെ കറക്റ്റ് വേവും കറക്റ്റ് പരുവമായിട്ട് വെന്ത് ഈ മസാല ഇതിനകത്ത് പിടിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ആറ്റുവാള ആയതുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റും കൂടി ഇതിനകത്ത് തരും. അപ്പം മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊന്ന് തീർച്ചയായും ഇത് ട്രൈ ചെയ്യാതെ ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാതെ പോവല്ലേ എന്ന് ഓർമ്മിപ്പിക്കുക. ഇതാണ് നമ്മുടെ ആനന്ദം റെസ്റ്റോറൻറ്റിൻ്റെ ഹോൾ ടീം. ഇവരില്ലാതെ ആനന്ദം റെസ്റ്റോറൻറ്റ് ഇല്ലല്ലേ. ഇവരാണ് ഫുഡ് സെർവ് ചെയ്യുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും. ഈ ആനന്ദം റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാമായ ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും സഹകരണവും ശ്രീമാറേട്ടനാണെങ്കിലും സൈഡേട്ടനാണെങ്കിലും ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു വന്നത്. ഫുൾ നിങ്ങൾ ഈ ആനന്ദത്തിലൂടെ പോവുകയാണെങ്കിൽ, ഈ കൊല്ലം ചെങ്കോട്ട റോഡിലൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഹോട്ടലിൽ കയറി കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായി തീരും എന്നാണ് ഞാൻ പറയാനുള്ളത്. അത്രയ്ക്ക് നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഇവരെല്ലാം നമ്മളെപ്പോഴും സെർവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും കൂടെ ഒരു ബൈ പറഞ്ഞു.